സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരാൾ അപമാനിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അജിതന്റെ മോളെ അവസ്ഥ അതാണ് കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് മാർക്സ് പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ പുസ്തകത്തിന് അതേപോലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക എന്നുള്ള. ഗാർഗിക്ക് ശരിക്കും പ്രണയത്തിന്റെ തുടക്കം സ്പാർക്ക് കിട്ടുന്നത് എങ്ങനെയാ മനസ്സിലാവണേ? എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. ഈ കല്യാണം കഴിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം അന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും ഗാർഗിക്ക് നേരിടേണ്ടി വരുന്നത് അറ്റാക്കാണ്. താടി സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണമായി കണക്കാക്കിയ സമയങ്ങളുണ്ടായിരുന്നു. ഒരു കാതിൽ മാത്രം കമ്മലിടാന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു ചിന്തയുണ്ടാവും. എന്റെ അച്ഛനും അമ്മയും വലിയ രാഷ്ട്രീയക്കാരും വരട്ട് കമ്മ്യൂണിസ്റ്റുകളും ആയിരുന്നതുകൊണ്ട് അവരുടെ കാത് കുത്തിയിട്ടില്ല. ഈ ടാറ്റുവും താടിയും ഒക്കെ സുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ ശരീരത്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ചിത്രം വരയ്ക്കുക, അതാണ് ഒരു ഫീലിംഗ് ബേസിക്. വേറെ ആർക്കും ഞാൻ അതിലൊന്നും ഒരു അധികാരാവകാശങ്ങൾ കൊടുത്തിട്ടില്ല. ഇല്ല. ടാറ്റു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബോഡീനെ ഓൺ ചെയ്യുന്ന പോലത്തെ ഒരു ആക്ട് ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറച്ചുകൂടെ ലളിതമാക്കണമെങ്കിൽ നമ്മൾ കുറെ എക്സസൈസ് ചെയ്യണ്ടേ? അപ്പൊ വായിച്ചു കൂട്ടണ്ടേ ബുദ്ധിജീവി? ഞാൻ വായിക്കുന്നുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഗാർഗിയാണ് നമുക്കപ്പോൾ. ഹായ് ഗാർഗി. ഹലോ. ജേർണലിസത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ലോകത്തെക്കുറിച്ചൊരു സുന്ദര സ്വപ്നമുണ്ട്. അപ്പോൾ അത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ സ്വപ്നം കണ്ടതും ഈ പണിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇപ്പോൾ വനജ കളക്റ്റീവ് തുടങ്ങുമ്പോൾ ഗാർഗിയുടെ മനസ്സിനകത്ത് ഇതേപോലൊരു സ്വപ്നം ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിൽ. പക്ഷേ ഉള്ളിൽ നിന്നുള്ള പ്രഷറാണ് ഏറ്റവും വലിയ പ്രഷർ. അതിനകത്ത് വിമർശനം വരുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണം. സാങ്കേതികമായും നടക്കണം, അല്ലാതെ മനസ്സുകൊണ്ടും മനസ്സുകൾ തമ്മിൽ നടക്കണം. വനജ കളക്റ്റീവ് ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ഗാർഗിയുടെ മനസ്സിൽ അന്ന് തുടങ്ങിയ വനജ കളക്റ്റീവും ഇന്നത്തെ വനജ കളക്റ്റീവും എവിടെയാണ്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. എനിക്ക് നല്ല രസമുണ്ട്. എന്നാൽ ഈ പ്രോസസ്സ് ഭയങ്കര ഗ്രോത്ത് എനേബിളിംഗ് ആവണം നമുക്ക്. അതായത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, പകരം ഒരു കൊടുക്കൽ വാങ്ങലാണ് ഈ പ്രോസസ്സ് എന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇമാജിനേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. പക്ഷേ എനിക്ക് ഒരുപാട് കിട്ടുന്നുമുണ്ട്, ഒരുപാട് അറിവുണ്ടാകുന്നുണ്ട്, ഒരുപാട് രസമുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോസസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഈ പ്രണയവും ബ്രേക്കപ്പും ഒക്കെ സംഭവിക്കുമ്പോൾ തന്നെ അറ്റാക്ക് വരും. ഒരുപക്ഷെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഈ കല്യാണം കഴിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം അന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ ബ്രേക്കപ്പ് ഒരു ആരോഗ്യപരമായ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ബ്രേക്കപ്പ് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് നമുക്ക് ആശങ്കയുള്ളത്. ബ്രേക്കപ്പ് വളരെ ജനാധിപത്യപരമായ ഒരു അവകാശം മാത്രമാണ്. പക്ഷേ ഈ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും ഗാർഗിക്ക് നേരിടേണ്ടി വരുന്നത് അറ്റാക്കാണ്. അതെന്താണ്? ആ ബ്രേക്കപ്പ് ശരിയായ രീതിയിലല്ലേ നടക്കുന്നത്? ഒരു ADHD എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റി ഉള്ള മനുഷ്യനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കപ്പിന്റെ സമയത്ത് അറ്റാക്ക് എന്നുള്ളതല്ല, അത് പല രീതിയിൽ ആ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പം ബേസിക്കലി ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള മനുഷ്യരായിരുന്നു നമ്മൾ എല്ലാ സമയത്തും. പക്ഷേ എന്നെ അറ്റാക്ക് ചെയ്യാന്നുള്ളതിൽ കൂടുതൽ ഞാൻ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തണം, ചെയ്യുന്ന വർക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതിനോടൊന്നും ഇപ്പോൾ എന്നല്ല, ആ സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾക്ക് ബ്രേക്കപ്പിൻ്റെ സമയത്ത് പല പല പെയിൻഫുൾ ആയിട്ടുള്ള വൂൺസ് ബാക്കി ഉണ്ടാവും. പക്ഷെ അതിന് നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് റിവെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് ആ വൂണ്ട് കോസ് ചെയ്തത് ഞാൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എൻ്റെ മാത്രം ആക്ഷൻസിലൂടെ ഉണ്ടായ കാര്യങ്ങളല്ല, ഇത് പരസ്പരം ഇൻകമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഉണ്ടായ സാധനങ്ങളാണ്. പക്ഷെ അതിനെ ആ രീതിയിൽ ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കാതെ നിരന്തരം നിന്നെ ഞാനൊന്നും പണിയെടുക്കാൻ സമ്മതിക്കില്ലടി എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു മര്യാദ, മറ്റേ ആളും ജീവിക്കാനുള്ളതാണ്, ഇയാളും ഞാനും ജീവിക്കാനുള്ളതാണ്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അതവർക്ക് കൂടുതൽ ഈഗോ പ്രശ്നമായി മാറുന്നു. അപ്പൊ ആ തെറ്റ് അവർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വേറെ കുറെ ആൾക്കാരെ സംഘടിപ്പിക്കുന്നു. പക്ഷെ എൻ്റെ പ്രശ്നം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊന്നും എൻ്റെ പ്രശ്നമല്ല, അത് അവർക്ക് മനസ്സിലായെങ്കിൽ അവർക്ക് കൊള്ളാം. എന്നെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഒരാളെ കാണണമെന്ന് ആഗ്രഹിക്കലായിരിക്കും നമുക്ക് അയാളോട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങാം.
അയാളെ തന്നെ നമുക്ക് കാണണമെന്ന് വിചാരിക്കുന്ന വിചാരം കൂടുമ്പോഴായിരിക്കും ഒരു പ്രണയം സംഭവിക്കുക. അല്ലൊരു സ്പാർക്കായിരിക്കും പെട്ടെന്ന്, ഇല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗാർഗിക്ക് ശരിക്കും പ്രണയത്തിൻ്റെ തുടക്കം സ്പാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് മനസ്സിലാവണേ? ഞാൻ ഒരുപാട് പേര് പ്രണയിച്ചിട്ടുണ്ട്. ഓരോ കേസിലും വ്യത്യാസമുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ജനറൽ, എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല ഇന്ന പോലെയാണ് വേണ്ടതെന്നുള്ളത്. ബെൽ ഹൂക്സ് എന്ന് പറഞ്ഞിട്ട് ഫെമിനിസ്റ്റ് ഓഥറായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അവർ മരിച്ചുപോയി. അപ്പം അവരുടെ പുസ്തകത്തിനകത്ത് ഈ ഫീലിംഗ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഫീലിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഇൻസ്റ്റിങ്ക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇൻസ്റ്റിങ്ക്റ്റ് ആക്ച്വലി നമുക്ക് ഗട്ട് ഫീലിംഗ് വരുമല്ലോ, ഇയാൾക്ക് എന്നോട് പ്രേമമുണ്ട് എന്നുള്ള ഗട്ട് ഫീലിംഗ് വരുന്നത് വേറെ. പക്ഷെ ഈ ഫീലിംഗ് ഉണ്ടല്ലോ, കാണണം എന്നുള്ള സാധനം, അത്തരം ഫീലിങ്സിന് നമ്മൾ പ്രണയമാണോ അല്ലെന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് നമ്മൾ കോൺക്രീറ്റ്ലി ഇല്ല, സ്നേഹത്തിന് ഒരു ആക്ഷനായിട്ട് തന്നെ മനസ്സിലാക്കണം, ഒരു ആക്റ്റായിട്ട്, ഒരു കൊടുക്കൽ വാങ്ങലായിട്ട്. അല്ലാതെ എനിക്കന്ന് അങ്ങനെ പ്രേമം തോന്നി, എന്നിട്ട് അവരെ ഞാൻ 1 വർഷം കണ്ടില്ല, ആ പ്രേമം ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ ശരിക്കും പ്രേമമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫീലിംഗ് എന്നാണ് അവർ പറയുന്നത്. ലവ് ഇസ് നോട്ട് എ ഫീലിംഗ്, ലവ് ഇസ് എൻ ആക്ട്. നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നു, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നു, അവർ നമ്മൾക്കിടയിലുള്ള ഈ ഗ്യാപ്പിൽ എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ തയ്യാറാവുന്നു, എന്തൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. സെയിം ഞാൻ എൻ്റെ 2 സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് സ്നേഹം എന്ന് അവർ ഭയങ്കര ഈസി ആയിട്ട് പറയാം. പക്ഷെ ഭയങ്കര മീൻസ് നമ്മളങ്ങനെ നിരന്തരം കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് അത്. ഫീലിംഗ് അല്ല എന്നുള്ളത് അവർ കൃത്യമായി, അങ്ങനെ ഇരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളുടെ മാത്രം സാധനമാണ്. അത് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമല്ല. ഞാൻ നിന്നെ ഓർത്ത് ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു എന്ന് പറയുന്നത് അയാളുമായിട്ട് ശരിക്കും ഒരു ബന്ധമില്ലാത്ത കാര്യം. പക്ഷെ സത്യസന്ധമായി അയാളുടെ ജീവിതത്തിൽ എനിക്ക് കാണുന്നുണ്ടാവുമല്ലോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ട്, അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ ഉള്ളതാണ്. അങ്ങനത്തെ ഒരു ടേംസിലേക്ക് പ്രേമത്തിനെ കാണുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അവർ പറയുന്നു. ഇത്രയും ബുദ്ധിജീവി ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ വൊക്കാബുലറി ഉണ്ടാവണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ അറിവുണ്ടാവണം. ഭയങ്കര ഒരു പ്രോസസ്സാണല്ലേ ശരിക്കും. സംഘടനാ പ്രവർത്തനം പോലെ തന്നെയാണ് ലൈഫിൻ്റെ. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ എഴുതുകയാണെങ്കിൽ ഇതിനെയൊക്കെ ദുർഘടകമായി ഉള്ള കാര്യമായിട്ട് കരുതിയിട്ട് ആൾക്കാർ വായിക്കാതെ തള്ളിക്കളയും. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറച്ചുകൂടെ ലളിതമാക്കണമെങ്കിൽ നമ്മൾ കുറേ എക്സസൈസ് ചെയ്യണ്ടേ? അപ്പോൾ വായിച്ചു കൂട്ടണ്ടേ ബുദ്ധിജീവി? ഞാൻ വായിക്കുന്നുണ്ട്. വായിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പൊ കുറെ ആയി സംഘടനാ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം വായിക്കുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമല്ലോ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ലളിതമാക്കാനും എളുപ്പമാക്കാനും സ്നേഹിക്കാനും ഒക്കെ എനേബിൾ ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ. അങ്ങനത്തെ അതിൽ ഫെമിനിസത്തിലാണ് സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ സ്നേഹത്തെ കണ്ടിട്ടുള്ള, സ്നേഹം ആസ് എ പൊളിറ്റിക്കൽ ടൂൾ, സ്നേഹം ആസ് എ യൂണിഫൈങ് എലിമെന്റ്. നമുക്കിടയിൽ ഭയങ്കര വ്യത്യാസമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിടയിൽ സ്നേഹം ഉണ്ടെന്നുള്ളൊരു സാധനം വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാന്ന് പറയുന്ന സാധനം. അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ള ഫെമിനിസത്തിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീൻസ് പഴയ റിലീജിയസ് ഫിലോസഫീൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസം അല്ലെങ്കിൽ അതേപോലെ ഇതൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട സാധനങ്ങളാട്ടോ. ഇതിനൊന്നും മാറ്റി വേറെ വേറെ ആയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഫെമിനിസത്തിനകത്ത് സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ലാക്കിംഗ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സ്നേഹം വേണ്ട പോലെ ഇല്ല എൻ്റെ ജീവിതത്തിൽ, ഇത് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കുക നമുക്ക്. അപ്പം ഇത്രയും ആൾക്കാർ, ഇത്രയും സ്നേഹത്തിന് അർഹതയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിലും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് നിരന്തരം ഇത് തോന്നുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ തോന്നലിനെ ആണ് നമ്മൾ അതിനെ ഫിലോസഫൈസ് ചെയ്യുമ്പോൾ അതൊക്കെ തന്നെയാണ് ഈ തന്തവാഴ്ച എന്ന് പറയുന്നത്. തന്തവാഴ്ചയാണ് നമുക്ക് ഈ ഫീലിംഗ് തരുന്നത്, ഞാൻ പോരാ, ഞാൻ അത്ര നല്ല ആളല്ല, നമ്മൾ നിരന്തരം. അപ്പം സത്യത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ഞാൻ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം, ഇത് വേണ്ടാത്ത ഒരാളും ഈ ഭൂമിയിലില്ല. തന്തവാഴ്ച എന്ന് പറയുമ്പോഴേക്കും തുടങ്ങി, അങ്ങനെയാണ് ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മളെന്തോ അവർക്ക് മനസ്സിലാവാത്ത കാര്യം. പക്ഷെ സത്യത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നമ്മളെ ഓരോരുത്തർക്കും ഗുണമുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പല ഡയമെൻഷൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വനജ കളക്റ്റീവിലൂടെയും കുറച്ചും കൂടി ലൗഡായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എങ്ങനെ ഇൻസഫീഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാം, എങ്ങനെ ഞാൻ കുഴപ്പമില്ല, ഞാൻ ജീവിക്കാൻ അർഹതയുള്ളൊരു മനുഷ്യനാണ്, ഞാൻ കുറച്ച് തെറ്റൊക്കെ ചെയ്യാറുണ്ട്, മണ്ടനൊക്കെയാണ് ചില സമയത്തുന്നുണ്ടെങ്കിലും നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ എനിക്ക് തോന്നാനുള്ള അർഹത എനിക്കുണ്ടല്ലോ. അപ്പോൾ എത്ര സ്ത്രീകൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ഞാൻ പണ്ട് പെൺകുട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിജയിച്ചിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും വിജയിച്ചിയും കൂടെ ഒരു കടയിൽ പോകുന്നു. വിജയിച്ച ഒരു സ്ത്രീയോട് ജസ്റ്റ് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, ഡി എത്ര നാളായിടി ഈ ചിരിച്ചിട്ട്? അപ്പോൾ ഒരു കരയാൻ തുടങ്ങാം. അതാണ് അവരുടെ ജീവിതത്തിലെ അപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട്. ഇത്രയും മനുഷ്യരുണ്ടായിട്ടും ഇത്രയും ലാക്ക് ഫീൽ ചെയ്തുകൊണ്ട് സ്വയം ഇങ്ങനെ ഞാനെന്തോ പ്രശ്നം ആണ്, ഞാനെന്തോ എന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ. അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ പൂച്ചയ്ക്കൊക്കെ എന്തൊരു അഹങ്കാരമാണ്. ഞാൻ തീരുമാനിക്കും, ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ കേൾക്കും, മിക്കവാറും സമയം മൈൻഡ് ആക്കൂല. മനുഷ്യർക്കും അങ്ങനെ ജീവിക്കാനുള്ള അർഹത ഉണ്ടല്ലോ. പ്രകൃതിയിലുള്ള ഏതൊരു ജീവിയെയും പോലെ ഫ്രീ ആയിട്ട് സ്നേഹിക്കപ്പെട്ടും സ്നേഹിച്ചും. എന്നാലും നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് ആകെ കേൾക്കുന്ന റൊമാൻറ്റിക് ഹെട്രോസെക്ഷൽ പ്രേമമാണ്. അതിനകത്താണെങ്കിൽ ഫുൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ആദ്യമേ പ്രേമിച്ചങ്ങ് തുടങ്ങുവാണ്, പരിചയപ്പെടുന്ന പോലും ഇല്ല. നോട്ടം കൊണ്ടൊക്കെ പ്രേമിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം നോക്കാൻ കഴിയുന്നത് നല്ലോണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നതിന്റെ ലക്ഷണമൊന്നല്ലല്ലോ. ജീവിച്ചു നോക്കിയാലേ പറ്റുള്ളൂ, അത് അത്രേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലും വളരെ ഞാൻ സത്യത്തിൽ ഭയങ്കര സ്നേഹത്തോടെയും കമ്പാഷനോടെയാണ് പൊതുജനത്തിനെ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത്, നന്നായിട്ട് സ്വയവും മറ്റൊരു മനുഷ്യനെയും പഠിക്കുക എന്നൊക്കെ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത മനുഷ്യരാണ് ചുറ്റിലുള്ളത് എന്നാണ് ഞാൻ പോലും അത് ഇതിങ്ങനെ തിയറി വായിക്കുന്ന പോലെയല്ല, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് എനിക്ക് പറയാൻ പറ്റും ഒരു 2-3 മാസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ 5-6 കൊല്ലമായിട്ടുള്ളൂ ചില പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങിയിട്ട്, ബൗണ്ടറി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഒരുമിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരാൾ പഠിച്ചിട്ടും കാര്യമില്ല. കമ്മ്യൂണിറ്റി ആയിരിക്കും എല്ലാവർക്കും, അല്ലെങ്കിൽ അറിയുന്ന ഒരു 10 പേര് വേണം നമുക്ക് ആ ഒരു സാധനത്തിൽ പതുക്കെങ്കിലും ഒന്ന് സമാധാനത്തോടെ. ഓക്കെ, ഞാൻ നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, ഞാൻ ദേഷ്യം പിടിക്കുന്നത് എൻ്റെ തെറ്റാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള നമുക്കിടയിൽ എന്തുണ്ടായാലും ഞാൻ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു, എനിക്കത് മര്യാദയ്ക്ക് എന്നോട് പറയായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഇൻറ്റിമേറ്റ് ആയിട്ട് വൾണറബിൾ ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസുകൾ അതൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. വ്യക്തിപരമായ ജീവിതം ജീവിക്കണം. ജീവിതത്തിൽ പല ഇമോഷൻസും നമുക്ക് വ്യക്തിപരമായി കാണിക്കേണ്ടി വരും. പക്ഷേ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുമ്പോൾ പഴയ SFI നേതാക്കളെ പോലെ പ്രേമിക്കുന്നില്ല എന്ന് അഭിനയിക്കേണ്ടി വരും. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ലീഡറായി പോകുന്നുണ്ട്, ലീഡറിനെ എല്ലാവരും കുറ്റം പറയാൻ സാധ്യതയുണ്ട്. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയെ ബാധിക്കും. അപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു ലൈഫ് സംഘടനയ്ക്ക് വേണ്ടി ഒതുക്കി വെക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടി വരിക. ഇങ്ങനെയൊരു സ്പേസിലേക്ക് വരുമ്പോൾ ഈ സംഘടന വേണ്ട, ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകണ്ട, എനിക്ക് വ്യക്തിപരമായി ജീവിക്കാം എന്ന തോന്നൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ വർക്കും പേഴ്സണൽ ലൈഫും വേറെ വേറെ. നമ്മൾ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ വീടാണെങ്കിലും ഇത് എൻ്റെ പൊളിറ്റിക്കൽ സ്ഥലം കൂടിയാണ്. അപ്പൊ ഇവിടെ എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ വീടുകളിൽ ഒളിച്ചു വെക്കാൻ കാര്യങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ 2 ജീവിതങ്ങളുള്ളത്. എനിക്ക് അങ്ങനെ ഒരു 2 ജീവിതം ഇല്ല. ഞാൻ എന്താണ് ഓഫീസിൽ അത് തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ അത് തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ. ഒക്കെ ഏകദേശം ഒരേ മനുഷ്യർ തന്നെയാണ്. എനിക്ക് കുറേ വേർഷൻസ് ഇല്ല. അത് കുറച്ച് നിങ്ങൾ പറഞ്ഞ പോലെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. കാരണം രാത്രിയാണ് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം വരുന്നതെന്നുണ്ടെങ്കിൽ ഉറക്കം വരാതിരിക്കുക, അങ്ങനെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നിത്യജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ജീവിതം എനിക്ക് സാധ്യമാവുന്നത് ഇപ്പോൾ SFIക്കാരൻ്റെ പോലെ അല്ലാത്തൊരു പൊളിറ്റിക്കൽ ജീവിതം എനിക്ക് സാധ്യമാവുന്നത്, ഒരു പ്രൈവറ്റ് ജീവിതം എനിക്ക് സാധ്യമാവുന്നത് ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫെമിനിസത്തിനകത്തെന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാരെ പ്രൈവറ്റ് ജീവിതങ്ങളിലാണ് സ്ത്രീകളുള്ളത്. പ്രൈവറ്റ് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ചതിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളൊരു സ്ഥലത്തേക്കും. അതായത് അപ്പം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാണ്
പ്രേമിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേമിക്കരുത്, അത് അത്രേ ഉള്ളൂ. മാസ്കുലിൻ ആയിട്ടുള്ള ഫിലോസഫീസിൻ്റെ, അതായത് റിലീജിയൻസ് ആയിക്കോട്ടെ, ഈവൻ കമ്മ്യൂണിസം ആയിക്കോട്ടെ, അതിനകത്ത് ഈ ഒരു ഡബിൾ ലൈഫ് എന്നുള്ള സാധനത്തിന് കുറച്ചും കൂടി പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും മാർക്സിസമൊക്കെ വന്നത് തന്നെ അതിൻ്റെ ജാതിയെ തകർക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും ആൾക്കാരുടെ ജീവിതത്തിലുള്ള അവർ അനുഭവിക്കുന്ന ഓപ്പറേഷൻസിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള. കാരണം മാർക്സ് പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ പുസ്തകത്തിന് അതേപോലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക എന്നുള്ള. അങ്ങനെയല്ല, ഓരോ സ്ഥലത്തും ഓരോ ജീവിത സാഹചര്യത്തിലും കൾച്ചറിനും അനുസരിച്ചിട്ട് ഈ തിയറീസൊക്കെ നമുക്ക് മാറ്റി വായിക്കാനും മാറ്റി എഴുതാനും ഒക്കെ പറ്റണം. ഇവിടുത്തെ ജീവിത സാഹചര്യവുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു ഫിലോസഫി നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഡബിൾ ലൈഫിന് സാധ്യത ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അതിൻ്റെ പ്രശ്നമില്ലാത്തത്, ഞാൻ എൻ്റെ ഫെമിനിസം എൻ്റേതായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള മൈ ഓൺ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിനകത്ത് ഇതെല്ലാം 24 മണിക്കൂറും ഉൾക്കൊള്ളുന്നൊരു സ്പേസാണത്. ഗാർഗി അഞ്ജനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലരും ഗാർഗിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. ആ സമയത്തും ഇതേപോലെ അമ്മയുടെ പേര് ഇത് കൂട്ടിച്ചേർത്തിട്ട് ആൾക്കാർ വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയുടെ പേര് പറയുന്നത് ഗാർഗിക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യത നഷ്ടപ്പെടുത്തുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിനെ ഉപയോഗിക്കേണ്ട രീതിയിലല്ല ആളുകൾ ഉപയോഗിക്കുക. പിന്നെ തുടർച്ചയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പല ബാധ്യതകളും ഗാർഗിക്കില്ല. ആശയപരമായിട്ട് പല രീതിയിലാണ് ഇത് പുരോഗമിക്കേണ്ടത്. ഇടത് ആശയങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത് തന്നെ അത് അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ പേര് കൊണ്ടുവരുമ്പോൾ ഗാർഗിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി എന്താ പറയുക, ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ മദർ. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. വളർന്നു വരുന്ന സമയത്തൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ക്രൈസിസ്. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എവിടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാലും എല്ലാവരും എന്നെ തിരിച്ചറിയും. കോഴിക്കോട് ആണെങ്കിലും എവിടെ ഏത് കടയിൽ കയറിയാലും ഇതിങ്ങനെ പറയും, ആരെങ്കിലൊക്കെ പറയും. അതെനിക്കൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെ തിരിച്ചറിയാത്ത സ്ഥലത്ത് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആവശ്യം. അങ്ങനെ കുറേ കറങ്ങി നടന്ന് 10-15 കൊല്ലത്തോളം കറങ്ങി നടന്നിട്ടാണ് ഞാൻ തിരിച്ചിവിടെ എത്തുന്നത് കേരളത്തിൽ. പക്ഷെ തിരിച്ചെത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്, ആ എത്തുന്നതിന് തൊട്ട് മുന്നേ ആണ് എന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരാൾ അപമാനിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ആയി മാറി, ലൈക്ക് അജിതൻ്റെ മോളെ അവസ്ഥ അതാണ് കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം എന്നെ ഒരാൾക്ക് സ്ത്രീ എന്നുള്ള രീതിയിൽ പൂട്ടിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താ? അമ്മേൻ്റെ ഒരു ഹീറോയിക്കായിട്ടുള്ള ആ ഒരു വർക്കിനെ ഞാൻ ഓൺ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അത് സ്വന്തമായിട്ടുള്ള എൻ്റെ തന്നെ തീരുമാനമായിരുന്നു അത്. അതിനകത്ത് എല്ലാ കാര്യത്തിലും ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്, ഞാൻ അവരുടെ ആരാധികയാണ്, ഫാനാന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷേ ലോകം എല്ലാ കാലത്തും സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ വർക്ക് അക്നോളജ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ഓള് വീട്ടമ്മയാണ്, വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറയാം. ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, ഇപ്പം വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെ വർക്കാണ് ഇത്. സ്ത്രീകളുടെ ലേബറിനെ, സ്ത്രീകളുടെ വർക്കിനെ ഇത്രയധികം ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാനും എൻ്റെ അമ്മയോട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അത് ഓൺ ചെയ്യാൻ തുടങ്ങിയത്. അതെൻ്റെ പ്രിവിലേജാണ്. അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നെ ആൾക്കാർക്ക് ഒപ്രസ് ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ എൻ്റെ പ്രിവിലേജാണ് ഞാൻ അജിതയുടെ മകളായിരിക്കുക എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ പിന്നീട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, ആ പ്രിവിലേജ് എങ്ങനെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പല ക്രൈസിസ് കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് അന്തം വിട്ട് നിൽക്കുമ്പോൾ അവിടെ എൻ്റെ അമ്മേൻ്റെ ഒരു കോള് മതി, അജിതയാണ്. പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ തുടങ്ങുന്നു. സീനായി മോനെ, എന്താ വിഷയം എന്നൊന്നും പോലീസുകാർക്ക് അറിയണ്ട, എന്താ അമ്മ വളരെ സില്ലിയായിട്ട് വെറുതെ എന്തായി സാറേ എന്നൊക്കെ അമ്മയ്ക്കും അറിയില്ല അത് വലിയ പ്രധാനപ്പെട്ട സംഭവമായിട്ട്. പക്ഷെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്ന, മാജിക്കലി പരിഹരിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് ഓക്കെ, വേറെയും വിഷയങ്ങളിൽ വേറെയും സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എൻ്റെ അമ്മ അങ്ങനെ ഒരു പണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ഗ്രാൻഡ് മദേഴ്സ്. ഗ്രാൻഡ് മദറിൻ്റെ വർക്കാണെങ്കിലും മദറിൻ്റെ വർക്കാണെങ്കിലൊക്കെ എപ്പോഴും ഈ അച്ഛന്മാരെ പേരിലാണല്ലോ വർക്ക്. എൻ്റെ മകനാണ്, നല്ല അച്ഛൻ്റെ മകനായതുകൊണ്ടാണ്
എനിക്ക് നല്ല അമ്മയുടെ മകളായിട്ട്, നല്ല അമ്മൂമ്മയുടെ, നല്ല ഉമ്മമാരുടെ ഒക്കെ മകളായിട്ട് അറിയപ്പെടുക, അതായിരിക്കണം എൻ്റെ വർക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ആൻസിസ്ട്രി എന്ന് പറഞ്ഞാൽ തായ് വഴിയാണ്. അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ. പക്ഷെ അന്വേഷി പോലൊരു സംഘടന ഉള്ളപ്പോഴും ഒരു പുതിയ സംഘടന തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തുടർച്ച തന്നെ ഏറ്റെടുക്കാമായിരുന്നില്ലേ? അത് അന്വേഷി ശരിക്കും ഇതിന് പാകപ്പെടുന്ന ഒരു സംഘടന ആയിരുന്നില്ലേ? അല്ല, അന്വേഷിയുടെ വർക്ക്, അന്വേഷി സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സംഘടന, വളരെ പ്രധാനപ്പെട്ട വർക്കാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും നിന്നും അതേപോലുള്ള സിറ്റുവേഷൻസിൽ നിന്നും എംപവർ ചെയ്തിട്ടുണ്ട്, അവർ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഒപ്രസ്ഡ് ആണ്, അതുപോലെ തന്നെ ഒപ്രസ്ഡ് ആണ് ക്യൂർ മനുഷ്യരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കമ്പാരിസൺ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ വേറെ വേറെ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്. സ്ത്രീകളുടേത് വേറെ, ക്യൂർ കമ്മ്യൂണിറ്റീൻ്റെ വേറെ, ദളിത് ആദിവാസി കമ്മ്യൂണിറ്റീൻ്റെ വേറെ, റിലീജിയസ് മൈനോറിറ്റീസിൻ്റെ വേറെ, ഡിസേബിൾഡ് കമ്മ്യൂണിറ്റീൻ്റെ വേറെ, അങ്ങനെ പലതരം ഓപ്പറേഷൻസ് ഇവിടെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു വൺ സ്ട്രക്ചറാണ്, ഒരു വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്. അതിനെ ഇങ്ങനെ പല പല ഇഴകളാക്കി മാറ്റി വെച്ചിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾ വനിതാ കളക്റ്റീവിനെ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ്റർസെക്ഷൻ ഫെമിനിസം എന്ന് പറയുന്ന ഇതാണ് ഐഡിയ. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ അയാൾ ദളിതും ആയിരിക്കാം, സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ ക്യൂറും ആയിരിക്കാം, ഇതെല്ലാം കൂടി ചേർന്ന് മിക്സ് ആയിരിക്കാം അയാളുടെ ഐഡൻറ്റിറ്റി. അപ്പം അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാൾ ക്യൂർ ഓർഗനൈസേഷനിൽ പോകണോ, സ്ത്രീകളുടെ ഓർഗനൈസേഷനിൽ പോകണോ, ദളിതരുടെ ഓർഗനൈസേഷനിൽ, അങ്ങനെ അല്ലല്ലോ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെയല്ലല്ലോ അടിച്ചമർത്തൽ ഇവിടെ ഉള്ളത്. ഒരേ ആൾക്ക് തന്നെ പലതരം അടിച്ചമർത്തൽ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ അത് 1+1+1 എന്ന് കൂട്ടിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻ്റർസെക്ഷനാലിറ്റി പറയുന്നത്. അത് ഇതിൻ്റെയൊക്കെ എത്രയോ കൂടുതൽ, എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ ഉള്ള അവരനുഭവിക്കുന്ന വിവേചനത്തിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഒരു ദളിതായിട്ടുള്ള ദരിദ്രയായിട്ടുള്ള സ്ത്രീ, മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ, അതുകൊണ്ട് തന്നെ വനജയിൽ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമേ സർവീസ് തരൂ എന്ന് പറയാൻ പറ്റില്ല, ക്യൂറായ ആൾക്കാർക്ക് മാത്രമേ തരൂ. ഈ ലോങ് കാറ്റഗറി തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതിനപ്പുറം ഗൗരവമുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട്, പക്ഷെ ലളിതമാണെന്ന് ചിലർക്കൊക്കെ തോന്നും. സിനിമയോടൊക്കെ മോഹമുള്ള ഒരാളാണ്. ഒരുപക്ഷെ പൊളിറ്റിക്സ് സിനിമ ഒരു ഫ്രെയിമിൽ, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് പല കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാസ് ഓഡിയൻസിനെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിയും. അത്തരത്തിലൊക്കെ സിനിമയെ നോക്കിക്കാണുന്നുണ്ടോ? അതേ സാധാരണ നോർമൽ നമുക്ക് ചിരിക്കാൻ തമാശ പറയാനൊക്കെയുള്ള സിനിമകൾ, അത്തരം സിനിമകളോടൊക്കെ താല്പര്യമായിട്ട് അതൊക്കെ എടുക്കണമെന്നാണോ മനസ്സിലാഗ്രഹിക്കുന്നത്? ഉറപ്പായിട്ട് സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫൺ തിങ് അറ്റ് ഓൾ. ഒരുപാട് മനുഷ്യരെ മോൾഡ് ചെയ്യുന്നത് വരെ സിനിമയാണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പബ്ലിക് ടോക്കിൽ പറയാറുണ്ട്, അതായത് രാമൻ എന്ന് പറയുന്ന ഒരു ഫിഗർ, ഭാര്യയുടെ കന്യാകാത്വത്തിൽ സംശയിക്കുന്ന ഒരു, എന്നാൽ ബ്രാഹ്മണർക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പോയി കൊല്ലാൻ തയ്യാറായിട്ടുള്ള, ഇപ്പം ശംഭുകൻ എന്ന് പറയുന്ന ഒരു ഋഷി ശൂദ്രനായിരുന്നു. അപ്പോൾ അയാൾ മനനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് ഒരു ബ്രാഹ്മണൻ്റെ മകൻ ചത്തുപോയി. അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശംഭുകനെ നേരെ പോയിട്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന ആളാണ് രാമൻ. ഈ രാമൻ്റെ സവർണ ബ്രാഹ്മണന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ക്ഷത്രിയൻ്റെ റോളാണ്. ഈ റോൾ എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും തീവ്രമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫിഗറാണത്, ഈ രാമൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയുന്നത് സിമ്പിളല്ല. അത് ആയിട്ട് ഷാറുഖ് ഖാനും അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ മെയിൽ ക്യാരക്ടർ, ഒരു ഹീറോയിക് ആയിട്ടുള്ള ധർമ്മത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ധർമ്മം എന്താണെന്ന് ചോദിക്കുമ്പം ബ്രാഹ്മണർക്ക് അത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ അതിൽ ആ കഥയിൽ. അപ്പോൾ രീതിയിലുള്ള ഹീറോ ഫിഗേഴ്സിനെ വീണ്ടും വീണ്ടും നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ കലാപാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പം അതിനകത്ത് ക്രിയേറ്റീവായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കരിന്തണ്ടൻ എന്ന് പറയുന്ന സിനിമ ലീല എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അത് എഴുതി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് അവരുടെ കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ അങ്ങനെ ആ സിനിമ വരാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ആദിവാസി മനുഷ്യൻ്റെ ഒരു ഹീറോയിക് ആയിട്ടുള്ള അത് അവർ പറയുമ്പോൾ എന്തായാലും അത് അവരുടെ കാഴ്ചപ്പാടുന്നായിരിക്കുമല്ലോ. ലീല ഒരു ആദിവാസി സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുമ്പം സത്യസന്ധമായിട്ട് ഈ കഥയെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് അതായിരിക്കുമല്ലോ അവർ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വേർഷൻസ്, സ്ത്രീകളുടെ കഥകൾ സ്ത്രീകൾ തന്നെ പറയുക, ദളിതരുടെ കഥകൾ ദളിതർ തന്നെ പറയുക എന്ന് പറയുമ്പോൾ സിനിമയിൽ അത്രയും ഭീകരമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. ഇപ്പം വാഴ എന്ന് പറയുന്ന തമിഴ് സിനിമ, അതേപോലെ മാരി സെൽവരാജ് പോലെ ഒരുപാട് വെട്രിമാർ, തമിഴിലിങ്ങനെ വലിയൊരു റേഞ്ച് ഓഫ് ആൾക്കാർ വന്നല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ടും അതിന് സമൂഹത്തിൽ ഭയങ്കര പ്രാധാന്യം ഉള്ളതായിട്ടും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൽ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ലീലയുടെ കൂടെ കരിന്തണ്ടൻ്റെ സ്ക്രിപ്റ്റിൽ കുറച്ചു കാലം വർക്ക് ചെയ്തത്. ഇനിയും കുറച്ചു കാലം ലീലേൻ്റെ അസിസ്റ്റൻ്റായിട്ട് മീൻസ് താഴെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ വാല്യൂ എന്താ, ഇതൊക്കെ എനിക്ക് വേറൊരു സ്ഥലത്തൊന്നും പോയാൽ കിട്ടാത്ത അപൂർവമായിട്ടുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം അവരുടെ ഭക്ഷണം, അവർ തേന്, ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയാം, പൂക്കൾ, അങ്ങനെ കാടിനെ കുറിച്ചുള്ള ഭയങ്കര ഭംഗിയുള്ള വേറൊരു കാഴ്ച. അപ്പോൾ ഈ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ 2 നോവൽ വന്നിട്ടുണ്ട് എൻ്റെ, ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത്. അപ്പം 2ാമത്തെ നോവല് ഇതേപോലെ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള വർക്ക്, 500 കോപ്പി ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പാന്തേഴ്സ് പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദളിത് ആൻറ്റികാസ്റ്റ് പബ്ലിഷറാണ്. അപ്പം ഞാനൊരു ദളിതായിട്ടുള്ള സ്ത്രീയല്ല, പക്ഷേ ഐ ഫെൽറ്റ് വെരി എന്താ പറയുക ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ക്വാളിഫൈഡ്. എൻ്റെ വർക്ക് ആൻറ്റികാസ്റ്റ് വർക്ക് എന്ന് വിളിക്കാൻ ക്വാളിഫൈഡ് ആയി എന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ അത് വളരെ സൈഡിൽ കൂടെ അത് നടക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ പറയുന്ന രാഷ്ട്രീയ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ല, സമൂഹത്തിൻ്റെയും കൂടി ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ബോധ്യപ്പെടുന്നു വിചാരിക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുന്നു വിചാരിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, പക്ഷേ ഈ ഒരു ഭയങ്കര കെയോസ്, ഭയങ്കര പ്രശ്നഭരിതമായ സാഹചര്യത്തിൽ നിന്നും എനിക്ക് ഒരു 10 പേരെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇനി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഈ താടി ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും? അതേപോലെ ടാറ്റൂസ് ഒക്കെ അടിക്കുന്ന സമയത്ത് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടത്തിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ടാറ്റൂവും താടിയും ഒക്കെ എങ്ങനെ നിലനിർത്തുന്നത് വ്യക്തിപരമായ ഒരു സുഖത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? വേറെ ആർക്കും ഞാൻ അതിലൊന്നൊരു അധികാരാവകാശങ്ങൾ കൊടുത്തിട്ടില്ല. ഇല്ല. താടി ആദ്യം വന്നത് ഞാൻ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം എനിക്കിത് ഭയങ്കര അയ്യോ താടി തൊട്ട് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും താടി പഠിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ 2 ദിവസം ഇങ്ങനെ ഇത് കൂട്ടുകാരെ കൂടെ പോയപ്പോൾ അത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവര് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ ആർട്ടിസ്റ്റുകളായ ഫ്രണ്ട്സ് അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ഇതിൽ മുത്ത് കോർത്ത നല്ല രസമായിരിക്കും കാർഗോ. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ മറ്റ് സുഹൃത്തുക്കളാണ് എന്നെ ഇതൊരു ലളിതമായിട്ടുള്ള സംഭവമാണ്, ഇതിനെക്കുറിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് കുറേ വായിച്ചു നോക്കുന്ന സമയത്ത് താടി വരുന്ന സ്ത്രീകൾക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. താടി സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണമായി കണക്കാക്കിയ സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു കുഞ്ഞി താടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അധികവും ഗിഫ്റ്റുകളാണ്, ഞാൻ പേ ചെയ്തതല്ല. ഒരുപാട് ടാറ്റു ആർട്ടിസ്റ്റുകൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അവർ ഗാർഗുന് എന്താ ടാറ്റു ചെയ്യണം തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് ഒക്കെ ചെയ്തു തന്നിട്ടുള്ള സാധനങ്ങളാണ് അധികം. ഈ ഒരു കാതിൽ മാത്രം കമ്മലിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചിന്തയുണ്ടാവും.
എൻ്റെ അച്ഛനും അമ്മയും വലിയ രാഷ്ട്രീയക്കാരും മറ്റേ വരട്ട് കമ്മ്യൂണിസ്റ്റുകളും ആയിരുന്നതുകൊണ്ട് അവരെന്നെ കാതു കുത്തിയിട്ടില്ല. ന്യൂജൻ ആവണം നമ്മൾ. ന്യൂജനല്ല, എനിക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് ഇത് ഫീൽ ചെയ്യുന്നു എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ പ്രധാന ഗിഫ്റ്റ് എപ്പോഴും കമ്മലായിരുന്നു. കാരണം കമ്മൽ ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ, പല പല ഡിസൈന്. അപ്പം ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കരയുമായിരിക്കും, ഓ ഇത് ഞാൻ കൊടുക്കണമല്ലോ, കാരണം ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ 40ാമത്തെ വയസ്സിലാണ്, 2 വർഷം മുന്നെയാണ് ഈ കാത് കുത്താൻ തീരുമാനം എടുത്തിട്ട്. അതെനിക്ക് ഇതും പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ പാരൻസിന് ഇതൊരു പ്രശ്നമാകും, അവർ കുത്താതിരുന്നതാണല്ലോ, അപ്പം എന്നെ അങ്ങനെ ഒരു ടിപ്പിക്കൽ പെണ്ണായിട്ട് വളർത്താതിരിക്കാൻ ആഗ്രഹിച്ച് അവർക്കൊരു വിഷമാവുമെന്നൊക്കെ അതും ഉണ്ടായിരുന്നു. അങ്ങനെ പല ചിന്തകളുണ്ടായിരുന്നു. അവസാനം ഒരെണ്ണം കുത്താന്നുള്ള തീരുമാനം. അപ്പോൾ അവർക്ക് പകുതി നമുക്ക് പകുതി എടുത്തു. പക്ഷെ എൻ്റെ മോള് എൻ്റെ അവകാശത്തെ ഖനിച്ചു. അവൾക്കൊരു 10-18 വയസ്സാകുമ്പോൾ അവൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ഞാൻ കരുതിയതാ. 10 വയസ്സായപ്പോൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് കാത് കുത്തണം. ഇപ്പം ഡിസ്കഷൻ ഇല്ലാതെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കാത് കുത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ തന്നെ അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ അത് നിനക്ക് അഭിപ്രായം പറയാനുള്ള ബുദ്ധി ആയിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ നീ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ശരിക്കും അതിനെ ഒരു റിബലായിട്ടുള്ള രീതിയിലാണ് കണ്ടത്. കാരണം നീ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു തന്നു. പക്ഷേ ഇനി നമ്മൾ ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാതെ ചെയ്യില്ല, നീ അത് ചെയ്തത് മോശമായിപ്പോയി, എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാത്ത മോശമായിപ്പോയി. പക്ഷെ കാത് കുത്തി. ഒരുപാട് ട്രഡീഷൻസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുഖത്തും പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുത്തുമല്ലോ. കാത് കുത്താതിരുന്നത് എന്നെ വേറെ രീതിയിൽ ഭയങ്കര ഏലിയനേറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് കാത് കുത്താത്തൊരു പെണ്ണെന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാത് കുത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര ലിബറേറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ബോഡീനെ ഞാൻ മറ്റേ വരട്ട് തത്വശാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിച്ചതായിട്ടൊക്കെ എനിക്ക് തോന്നി. ടാറ്റു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബോഡീനെ ഓൺ ചെയ്യുന്ന പോലത്തെ ഒരു ആക്റ്റായിട്ടാണ്. എൻ്റെ ശരീരമല്ലേ, എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ചിത്രം വരിക, അതാണ് ഒരു ഫീലിംഗ് ബേസിക്. ടാറ്റു ചെയ്യരുത് എന്നുള്ളൊരു സാധനം എപ്പോഴും നമ്മളെടുത്ത് എന്ത് സാധനമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മടുക്കുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ടാറ്റുവിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറന്നു പോകും അങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളത്. നമ്മളതിനെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളവരായിരിക്കും അധികം അത് കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇതേപോലെ ഒരുപാട് പേരുടെ സ്നേഹ സമ്മാനം. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവള് ടാറ്റു ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഒരുപാട് അമ്മായിമാരും പിന്നെ ഒരിക്കലും ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ രഹസ്യമായിട്ട് വന്നിട്ട് ഒരു ടാറ്റു ചെയ്തു തരുമോ. അപ്പം ഞാൻ അവളെ ടാറ്റു റെവല്യൂഷണറി എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം ഇത്രയും ആൾക്കാരെ ബോഡി ഓൺ ചെയ്യാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് കേപ്പബിളായി അങ്ങനെ ഒരു ആനന്ദം കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അവളെ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ആക്ടുകളാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അജിതയുടെ മകൾ ലെസ്ബിയൻ ജീവിതം തുടങ്ങിയെന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ആരോടാണ് കാമം തോന്നുന്നത് എന്നുള്ളത് സ്ത്രീ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒരുപാട് ആണുങ്ങൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും ഞാൻ ബൈസെക്ഷലായിട്ട് പോലും എനിക്ക് അവരോടൊന്നും വികാരം വരുന്നൊന്നുമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.